بسم الله الرحمن الرحيم اللهم صل على سيدنا محمد بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. بسم الله الرحمن الرحيم. ഇന്നലെ പറഞ്ഞല്ലേ, അള്ളാഹു ഒരു മുഅ്മിനിൻ്റെ ഖൽബിൽ ഇട്ടുകൊടുക്കുന്ന വെളിച്ചത്തിൻ്റെ ഉദാഹരണയാണിത്. മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ സദറാണ്, നെഞ്ഞി. അവിടെയുള്ള വിളക്കെന്താണ്? ഈമാനിൻ്റെ പ്രകാശം, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഇഹ്സാനിൻ്റെ വെളിച്ചം. സുജാജത്ത് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ഖൽബാണ്. അതിനെയാണ് തിളങ്ങുന്ന നക്ഷത്രത്തോട് എന്താക്കിയത്? തശ്ബീഹാക്കിയത്. സൈത്ത്, അതിൻ്റെ സൈത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇൽമുൻ നാഫിഅ, നാഫിയായ ഇൽമാണ്. മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹു കൊടുത്ത ആ വെളിച്ചം കൊണ്ട്, പ്രകാശം കൊണ്ട് അവനിക്ക് ഹഖീഖത്തുകൾ, അതിൻ്റെ വെളിച്ചങ്ങൾ ഇങ്ങനെ പ്രകാശിക്കും. അള്ളാഹുവിൻ്റെ മുഷാഹദത്ത് അവനിക്ക് സാധിക്കും, അള്ളാഹുവിനെ അനുഭവിക്കാൻ കഴിയും. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. في بيوت, വീടുകളിൽ, ഫി ബുയൂത്തിൻ പള്ളികളിൽ എന്നർത്ഥം. അള്ളാഹുവിൻ്റെ വീടുകൾ ഉദ്ദേശിക്കുന്നത് ജമീഉൽ മസാജിദ്, എല്ലാ പള്ളികൾ അല്ലേ, എല്ലാ പള്ളികളിലും. വഖീല ഖുസൂസു മസാജിദ് അർബ, 4 പള്ളി ഉണ്ടല്ലേ, കഅബ, മസ്ജിദുൽ മദീന, ബൈത്തുൽ മുഖദ്ദസ്, ഖുബ. ഇതാണ് പറഞ്ഞത്. കഅബയുണ്ടാക്കിയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. ബൈത്തുൽ മുഖദ്ദസ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. പിന്നെ പുനർനിർമ്മാണം മസ്ജിദുൽ മദീന, ഖുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ പ്രബലമായത് ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് കുല്ലുൽ മസാജിദ്, ജമീഉൽ മസാജിദ്, അള്ളാഹുവിൻ്റെ പള്ളികളിൽ. അതാണ് ഫീ ബുയൂത്തിൻ, അള്ളാഹുവിൻ്റെ പള്ളികളിൽ. മുതഅല്ലഖും ബി യുസബ്ബിഹു അൽ ആത്തി, ശേഷം വരുന്ന യുസബ്ബിഹുനോടാണ് മുതഅല്ലഖ്. അറിഞ്ഞ പള്ളികളിൽ തസ്ബീഹ് പറയുന്നു. പള്ളിയല്ല. പിന്നെ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു, എങ്ങനത്തെ വീടുകൾ? അദിനല്ലാഹു, അള്ളാഹു സമ്മതം നൽകിയിരിക്കുന്നു. അൻ തുർഫഅ, അതിനെ ഉയർത്തപ്പെടാൻ എന്ന് പറഞ്ഞാൽ ഐ തുഅല്ലമ, അതിനെ ആദരിക്കപ്പെടാൻ, ബഹുമാനിക്കപ്പെടാൻ അള്ളാഹു സമ്മതം നൽകിയിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. അതിനെ ആദരിക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഹിസ്സം വമഅന, പള്ളിയെ ആദരിക്കുക, അതിനെ നല്ല നിലക്ക് നിർമ്മാണം നടത്തുക, ചന്താക്കുക, ഉറപ്പിച്ച് നല്ല ബിൽഡിങ് അല്ലേ, പള്ളി ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുപോലെ പള്ളിയെ കച്ചറകളിൽ നിന്ന് ശുദ്ധിയാക്കുക, ഇതുമയിൽപ്പെട്ടതാണ്. അപ്പം അങ്ങനെ പള്ളിയെ നിങ്ങൾ എന്താക്കുക? അപ്പോൾ പള്ളിയിൽ കച്ചറ ഉണ്ടാക്കാൻ പാടില്ല, ചെറിയ കുട്ടികളെ പള്ളിക്ക് അയക്കാൻ പാടില്ല. ജന്നിബു മസാജിദക്കും സുബിയാനക്കും, അങ്ങനെ ഹദീസുണ്ട്. ഭ്രാന്തന്മാർ, കുട്ടികൾ പള്ളിക്ക് പോയാൽ നജസാവാൻ സാധ്യത ഉണ്ട്. അതുപോലെ അനാവശ്യങ്ങൾ, കളികൾ, ദുനിയാവിയായ വർത്തമാനങ്ങളെല്ലാം പള്ളിയിൽ നിന്ന് ഒഴിവാക്കുക. ഇതെല്ലാം പള്ളിയെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഈ സുന്നത്തെന്തുമല്ല, നിർബന്ധമാണ് ഇങ്ങനെ ചെയ്യൽ. പള്ളിയെ ആദരിക്കൽ നിർബന്ധമാണ്. ഫീ ബുയൂത്തിൻ, എല്ലാ പള്ളികളിൽ. ഏത് പള്ളി? അതിനല്ലാഹു അൻ തുർഫ, അതിനെ ബഹുമാനിക്കപ്പെടണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ വയുദ്കറ ഫീഹാ ഇസ്മുഹു, അതിൽ അള്ളാഹുവിൻ്റെ പേരിനെ പറയപ്പെടണമെന്ന്. വർക്കെല്ലാം പോയില്ലല്ലോ, എന്ത് വർക്ക്? ഹിസ്ബുൻ നസ്റിൽ ഒന്നങ്ങ് ഓതിട്ടിക്കുവേ ചരിത്രത്തിൽ, അത് തൂങ്ങുക. ബാക്കി വർങ്ങടങ്ങളെ വിളിക്കണ അയാൾ തൂങ്ങിയെന്തോ. വയുദ്കറ ഫീഹാ ഇസ്മുഹു, വർക്ക് പണ്ട് അതിനെ ജിഹാദാക്കിയ വർക്ക് പോകണ്ടു. 1/2 മണിക്കൂറായിട്ട് വർക്ക് പോയില്ല. അപ്പോൾ
ഫീ ബുയൂത്തിൻ അദിനല്ലാഹ്, അല്ലാഹു സമ്മതം അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു, അൻ തുർഫ, അതിനെ ആദരിക്കപ്പെടണം, യുദ്കറ ഫീ ഹസ്മുഹു, അതിൽ അവന്റെ പേരിനെ എങ്ങനെ, ബി തൗഹീദിഹി, അവനെ ഏകനാക്കൽ കൊണ്ട്, അറിഞ്ഞ അവനെ മാത്രം, ആ പള്ളികളിൽ യുസബ്ബിഹു, തസ്ബീഹ് പറയുന്നു. അപ്പൊ എങ്ങനെ ഖിറാത്ത് വേറെ വേറെ ഉണ്ട് നോക്കൂ. ബി ഫത്ഹിൽ മുവഹദ, ഒറ്റ പുള്ളിയുള്ള ബായിനിക്കാണ് മുവഹദ, എനിക്ക് ഫത്ത് കൊണ്ടാണ്. അപ്പൊ എങ്ങനെ വായിക്കണു, യുസബ്ബഹു. അതിന് കസ്ർ കൊണ്ട് വായിക്കണം. അപ്പൊ എങ്ങനെ, അപ്പൊ മഅറൂഫായി, ഒന്ന് മജ്ഹൂൽ ഒന്ന് മഅറൂഫ്. ഐ യുസല്ലി എന്നർത്ഥം, അപ്പോ നിസ്കരിക്കുന്നു. ലഹു, അള്ളാഹുവിന് വേണ്ടി, ഫിഹ, ആ പള്ളികളിൽ, ബിൽ ഗുദുബി, രാവിലെ, മസ്തറും ബിമാനൽ ഗദവാത്തി, അല്ലെ, ഗദവാത്തിന്റെ മായനാക്കുള്ള മസ്തറാണ്. അപ്പൊ എന്തർത്ഥം, രാവിലെ എന്നർത്ഥം. നോക്കത് എടുക്കുന്നത് ഗദവാത്ത്, രാവിലെ. വൽ ആസാലി എന്ന് പറഞ്ഞാൽ അയൽ, നേരത്തെ പറഞ്ഞില്ലേ ബുക്രത്തിന്റെ അമ്മ, അയൽ ഫിൽ ബുഖരി, അതിരാവുകളിൽ. ഇപ്പൊ പറഞ്ഞത് വൽ ആസാലി എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള അയൽ, അഷായ, വൈകുന്നേരങ്ങളിലും. സവാലിന് ശേഷം ബിമാനൽ ബിഫത്ഹി ദാലി, ബിളമ്മിദ്ദാലി വഫത്ഹിഹ വസുകൂനിഹ, ഗദവാത്ത്, ഗദവാത്ത്, ഗദ്വാത്ത് എന്നുണ്ട്. ഗുർഫത്തിന്റെ ജമു ഗുറഫ് പോലെ, ബുക്രത്തിന്റെ ജമു ബുഖർ, ബുഖറല്ല. അവലുന്നഹാറാണ് ഉദ്ദേശിക്കുന്നത്, പകലിന്റെ തുടക്കം, ഇതിനാണ് ബുക്രത്ത് എന്ന് പറയാം. അഷായ എന്ന് പറഞ്ഞ അഷീയത്തിന്റെ അമ്മാണ് അഷായ, വഹി ആഖിറുന്നഹാർ, പകലിന്റെ ലാസ്റ്റിനാണ് എന്ത് പറയാ, വൈകുന്നേരം. അപ്പൊ രാവുകളിലും, രാവിലെയും വൈകുന്നേരങ്ങളിലും എന്ത് ചെയ്യുന്നു? അസ്ലിൽ മസ്തറാണെന്ന് അർത്ഥം. ഏത് ഇപ്പൊ പറഞ്ഞങ്ങനെ ഗുദുബ് എന്നല്ല പറഞ്ഞത്. ഗുദുബ് എന്നത് അസ്ലിൽ എന്താകുന്നു? മസ്തറാണ്, അസ്ലിൽ മസ്തറാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് മിംബാബി സമ, ഗദ. ഇവിടെ ഉദ്ദേശം സമയങ്ങൾ എന്നാണ്, അസ്മിനത്ത്. അപ്പൊ ജമ്മിന്റെ മാനാക്കാണ്. അപ്പൊ ഗുദുബു എന്ന് പറഞ്ഞാൽ രാവിലെയും, രാവുകളിൽ, അതുപോലെ വൈകുന്നേരങ്ങളിൽ, സവാലിന് ശേഷമുള്ളതിൽ അഷായ എന്ന് പറയും. അപ്പൊ ഈ സമയങ്ങളിലെല്ലാം നിസ്കരിക്കുന്നു. ആര്? യുസബ്ബിഹു എന്ന് വായിക്കുമ്പോ അതിന്റെ ഫായില് തലക്ക് പോണ്ട, റിജാലുൻ, പുരുഷന്മാർ. ഫായിലു യുസബ്ബിഹു, യുസബ്ബിഹുന്റെ ഫായിലാണ്. ഏത് യുസബ്ബിഹു? ബാനിക്ക് കസ്റുകൊണ്ട് വായിച്ചില്ലേ, അതിന്റെ ഫായിലാണ്. അപ്പോ പിന്നെ ഏനി ഫത്ത്, ബാനിക്ക് ഫത്ത് എന്നാവുമ്പോൾ നായിബുൽ ഫായിലി, നായിബ് ഫായിലാകുന്നത് ലഹു എന്നതാണ്. അതിനിക്കുള്ള നായിബ് ഫായിൽ എന്നല്ല. നായിബ് ഫായിൽ ഏതാണ്? യുസബ്ബഹു ലഹു, അവനിക്ക് തസ്ബീഹ് പറയപ്പെടുന്നു എന്നർത്ഥം. അപ്പൊ റിജാലോ, റിജാലുൻ എന്നത് ഫായിലു ഫിഅലിൻ മുഖദ്ദറിൻ, മുഖദ്ദറായ ഒരു ഫിഅലിന്റെ ഫായിലാണ്, സങ്കല്പിക്കപ്പെട്ട ഫിഅലിന്റെ ഫായിലാണ്. ഏത് ഫീല്? ജവാബി സുആലിൻ മുഖദ്ദറിൻ, അല്ലെ, മുഖദ്ദറായ ഒരു ചോദ്യത്തിന്റെ ജവാബായ ഫീല്, മുഖദ്ദറായ മറുപടിയായ ഫീലിന്റെ ഫായിലാണ്. അപ്പൊ കഅന്നഹു ഖീല, അപ്പോൾ അവിടെ ചോദിക്കപ്പെട്ടതുപോലെയുണ്ട്, മൻ യുസബ്ബിഹു. ഇപ്പൊ പറഞ്ഞത് യുസബ്ബഹു ലഹു, അവനിക്ക് തസ്ബീഹ് പറയപ്പെടുന്നു. അപ്പോൾ ഒരു ചോദ്യം, അവനിക്ക് തസ്ബീഹ് പറയുന്നത് ആരാണെന്നാ ചോദ്യം. മറുപടി അവിടെ ഒരു ഫീൽ സങ്കല്പിക്കണം, യുസബ്ബിഹുഹു റിജാലുൻ. അപ്പോ മുഖദ്ദറായ സുആലിന്റെ ജവാബാണ് ആ ഫീൽ യുസബ്ബിഹു. ആ ഫീലിന്റെ ഫായിലാണ് ഏത്? തലക്ക് പോണ്ട. ആ രണ്ട് ഖിറാത്താവുമ്പോ രണ്ടർത്ഥം, രണ്ട് രൂപത്തിൽ തർക്കീബ്. അലി അർത്ഥം എവിടാ? യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ പഠിക്കണോ, ബർക്കത്ത് വന്നിച്ചിരുന്നേ ഖുർആൻ ക്ലാസ് ഉണ്ട്, തലക്ക് പോണ എന്തരണ്ട്. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാലി റിജാലുൻ. പിന്നെ ബൈക്ക് ഏത് റിജാ? അപ്പൊ റിജാൽ എന്നാ പറഞ്ഞത്. ഖുസ്സു ബിദ്ദിക്രി, അവിടെ ഉള്ള തഫ്സീർ നോക്ക്. ആണുങ്ങൾ എന്തിനാണ് പറഞ്ഞത്? അന്ന ശഅനഹും ഹുദൂറുൽ മസാജിദി ലിൽ ജുമുഅത്തി വൽ ജമാഅത്തി, ജുമുഅക്കും ജമാഅത്തിനും പള്ളിക്ക് ഹാജരാകുന്നത് ആരാണ്? ആണുങ്ങളാണ്. അവരെ ശഅനാണത്. പെണ്ണുങ്ങൾക്ക് അതില്ല, അവരോട് ഏൽപ്പിച്ചിട്ടുമില്ല, അവരുടെ ഡ്യൂട്ടിയും അല്ല അത്. ഏത്? പള്ളിക്ക് ജുമുഅ ജമാഅത്ത്. അല്ല, പെണ്ണ് പള്ളിക്ക് വരാൻ പാടില്ല, അങ്ങനെ എന്തുമില്ല. പെണ്ണ് പള്ളിക്ക് വന്ന് പള്ളി നൈസാവുന്നുണ്ടാ? അല്ലാത്ത അവിശ്വാസികൾക്കെല്ലാം അങ്ങനെ ഉണ്ടാവും. പെണ്ണ് പള്ളിക്ക് കയറാനേ പാടില്ല. ചില ജാതിക്കാർ, ചില ആളുകൾ കയറിയെങ്കിൽ പള്ളി, അവരെ പള്ളി എന്താന്ന് മലിനാന്ന്, അപ്പോൾ അവരെ കൊല്ലുന്നു, എന്തെല്ലാം വിഷയം നടക്കുന്നു ഇപ്പോൾ. അപ്പൊ അങ്ങനെ എന്തില്ല ഇസ്ലാമിൽ. പെണ്ണ് പള്ളിക്ക് വന്ന് പള്ളി കൽകൊണ്ടുണ്ടാ?
പെണ്ണ് പള്ളിക്ക് വന്ന ഒരിടത്ത് തെച്ചി പ്രശ്നമുണ്ടാ? ജുമാ ജമാഅത്തിന് പരപുരുഷന്മാർ കൂടെ പെണ്ണ് പള്ളിക്ക് വരാൻ പാടില്ല. ഒരായത്ത് നല്ല പള്ളിയായിട്ട് പെണ്ണുങ്ങ നോക്കുക വന്നാൽ പ്രശ്നമുണ്ടാ? ഒന്നുമില്ല. അപ്പം ഈ പറഞ്ഞത് വലിയ ശുദ്ധിയോടെ വരാൻ പാടില്ല, അത് ആണുങ്ങൾക്കും പാടില്ലല്ലേ. അപ്പം ജുമാ ജമാഅത്ത് എന്നത് ആരുടെ ഷഅനാണ്? അതുകൊണ്ട് ഖുർആൻ റിജാലുൻ എന്ന് പറഞ്ഞു. അതിന് തന്നെ മനസ്സിലാക്കാം പെണ്ണുക്ക് എന്തില്ല, ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിയില്ല, വർക്കന്നെ നിസ്കരിക്കണം. ഉപയൂത്തുന്ന ഖൈറുല്ലൗന്ന. പിന്നെ അങ്ങനെ പോണ്ടതെല്ലാം ചില ഹദീസിലെല്ലാം ഉണ്ടും ചൊന്നിട്ട് വിളിച്ച പോണ്ടാറ്. അതെല്ലാം ഇന്ന് ഫസ്റ്റ് പെണ്ണിങ്ങളിൽ വന്നോ ഇന്നാറ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ കാലത്തെല്ലാം എന്താക്കി ഇല്ല എന്ന് പറഞ്ഞു. പെണ്ണുക്ക് ഖൈറ് തന്നെ, പെണ്ണുക്ക് ഖൈറ്. ഒരു പെണ്ണ് പള്ളിയിൽ വന്ന് നിസ്കരിച്ച നിസ്കാരം സ്വയ്യാവോ ഇല്ലേ? സ്വഹിയാവോ, അത് വേറെ വിഷയം. പക്ഷെ പെണ്ണിന് ആ ഡ്യൂട്ടി ഇല്ലല്ലോ, ആര് പറഞ്ഞിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നിട്ടേ ഇല്ലല്ലോ. പെണ്ണുക്ക് നല്ലത് ആവാൻ ചെന്നത് ആറ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീൻ പഠിപ്പാട്ടിയ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നാൽ പിന്നെ ഉത്തലേതെക്ക, അതാണ് അദബുൻ ചൊല്ല്. അപ്പം അതിനെ എതിർത്തിട്ടൊരു പെണ്ണ് പള്ളിക്ക് പോയാലുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാട്ടി ആറെ നക്കൊന്ന് തുണ്ടൂന്ന് ചെന്ന പോലെ അഹങ്കാറാണ്. അങ്ങനെ പറയും. ഷാഫി ഇമാം അടക്കമുള്ള ആൾമാർ ചെന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരിന്നാറ്, മക്ക ഇന്നാറ്, ഒരാൾ പോലും ജുമാ ജമാഅത്തുകായിട്ട് പള്ളിക്ക് പോയത് ഞങ്ങൾക്ക് ഒന്നേ ഇല്ലാണ്ടാണ് ആര് ചൊല്ലേ? ഷാഫി ഇമാം അറിഞ്ഞ ആ വാചകം കണ്ടുപിടിക്കണം. ഷാഫി ഇമാമിൻ്റെ റിസാലല്ല, ഷാഫി ഇമാമിൻ്റെ ഏത് കിതാബ്? ഇഖ്തിലാഫുൽ ഹദീസ് അല്ലേ, അതിലുണ്ട്. എന്തു പറയുന്നത്? ഒരു പെണ്ണ് പോലും ജുമാ ജമാഅത്തിന് വേണ്ടി ആ കിതാബില്ലെങ്കിലും വേറെ കിതാബിലെല്ലാം ഉണ്ട്. മറ്റേ ഇതിലുണ്ടാവും, കോണംബുസ്താർ കിതാബ്, മറ്റേ കോണംബുസ്താറല്ല, നെല്ലിക്കുതുസാർ കിതാബ് ഉണ്ടല്ലേ, അതിലുണ്ടത് ആ ഇബാറത്തല്ല. നോക്കിയിട്ട് എഴുതിയെടുക്കാം. ഫമാ അലിംതു മിൻഹുൻ നംറഅതൻ, അക്കൂട്ടത്തിൽ ഒരു പെണ്ണ് പോലും ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിക്ക് പോയത് നക്ക് ഗൊന്തേ ഇല്ലാണ്ടാണ് ആര് ചൊല്ലുന്നത്? ഷാഫി ഇമാം. ഇത്ര ഹദീസുള്ള ഗൊന്തുള്ള ഷാഫി ഇമാം ചൊല്ലുമ്പോൾ ഇണ്ടത്താമൻ ചൊല്ലുന്ന നക്കൊന്തുണ്ടു വലിച്ചോണ്ട് പോണ്ടേ. അതൊരു സൈസ് ഭ്രാന്തും ചൊല്ലേക്ക്. അതായത് അവർക്കാർക്കും ഗൊന്തില്ലാത്തൊരു ദീൻ നക്കൊന്തുണ്ടു. പെണ്ണിടെ വലിച്ചോണ്ട് പോണ്ട് എന്തി? പെണ്ണുക്ക് എത്ര സ്വരം ഉണ്ടാവും ഉത്തരല്ല. അപ്പം അവൾക്ക് ഇഷ്ടമല്ല അത്. അപ്പം അങ്ങനെ ഒരു ജമാഅത്ത് ജുമാ പെണ്ണുങ്ങൾക്ക് പള്ളിയിലില്ല, പരപുരുഷന്മാരെ കൂടെ ഇല്ല. അവൾക്ക് വീട് തന്നെ ഖൈർ. അപ്പോൾ യൂത്തുഹുന്ന ഖൈറുല്ലൗന്ന. അങ്ങനെ പള്ളി ഖൈറാണെങ്കിൽ ആയിഷ ബീവി പോണിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തും പോയിട്ടില്ല. വഫാത്തിൽ പിന്നെ എത്ര വർഷമാണ്? മദീനത്തെ പള്ളിയിൽ മുട്ടമയല്ലവാ അവിടെ അങ്ങനത്തെ ജമാഅത്ത് നടക്കുന്ന മദീനത്തെ പള്ളിയിൽ. പക്ഷെ ആര് പോയില്ല? ആയിഷ റളിയല്ലാഹു അൻഹ പോയില്ല. ഇന്ന് തന്നെ മനസ്സിലാക്കല്ലേ. അപ്പം അങ്ങനെയാണ്. റിജാലുൻ, പുരുഷന്മാർ ആണ് തസ്ബീഹ് ചെല്ലുന്നത് അല്ലെങ്കിൽ നിസ്കരിക്കുന്നത്. ഏത് പുരുഷന്മാർ? ലാ തുൽഹീഹിം, അവരെ മുടക്കുന്നില്ല, കച്ചവടം മുടക്കുന്നില്ല. ഐഷിറാഉൻ, വാങ്ങൽ എന്നർത്ഥം അല്ലെ. എല്ലാത്തിനും പറയും, വാങ്ങുന്നതിനും വിൽക്കുന്നതിനെല്ലാം എന്ത് പറയും? തിജാർ. കച്ചവടത്തിൽ രണ്ടും ഉണ്ടല്ലേ, വാങ്ങുക എന്നതുണ്ട്, പിന്നെ വിൽക്കുക എന്നതുമുണ്ട്. ശേഷം ബൈ പറയുന്നത്, അതുകൊണ്ടാണ് ഷിറാ എന്നുള്ള തഫ്സീർ എടുത്തു കൊടുത്ത്. തിജാറത്തുൻ, ഒരു വാങ്ങലും, വല ബൈഉൻ, ഒരു കൊടുക്കലും കച്ചവടവും അല്ലെ. ഇതൊന്നും അവരെ മുടക്കുന്നില്ല. കാരണം അവർ കച്ചവടം ചെയ്യും, എല്ലാം ചെയ്യും, പക്ഷെ അൻ ദിക്രില്ല, എന്തിനെ തൊട്ട് മടക്കൂല? അങ്ങനത്തെ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് മടക്കുകയില്ല. ഇഖാമിസ്സലാ, നിസ്കാരം നിലനിർത്തുന്നതിനെ തൊട്ടും മടക്കുകയില്ല. ഹുദിഫ ഹാവു ഇഖാമ ഹദ്ഫു അല്ലെ. ഇഖാമ എന്നതിന്റെ ആനെ കളയൽ തഖ്ഫീഫാണ്. അവിടെ ഇഖാമത്തിസ്വല എന്നല്ലേ, ആന്റെ ഹാത്തനെ കളഞ്ഞു, തഖ്ഫീഫിന് വേണ്ടി, ലഘുവാക്കാൻ വേണ്ടി കളഞ്ഞു. അപ്പൊ ഇവിടെ നോക്കൂ, അവർ അള്ളാഹുവിന്റെ ഹക്ക് മറക്കുന്ന വിഷയമേ ഇല്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എവിടാ? അപ്പൊ ഈ കച്ചവടം, ഇതിന്റെ ലാഭങ്ങളെല്ലാം ഇക്കട്ട് അവർ കച്ചവടം ചെയ്യും. പക്ഷെ ഏത് കച്ചവടവും പടച്ചോന്റെ ദിക്റിനെ തൊട്ട് എന്താക്കൂല അവരെ. അവ ദുനിയാവ് വേണോ ആഖിറവും വേണോ. ഒരാൾക്ക് ദുനിയാവ് ഉണ്ടായി എന്നതുകൊണ്ട് ആ ദുനിയാവ് അവനെ ആഖിറത്തെ തൊട്ട് മടക്കുന്നില്ലെങ്കിൽ വിഷയമല്ല, അങ്ങനത്തെ സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടി ദ്വാർക്കാം. പക്ഷെ അള്ളാഹുവിനെ മറപ്പിക്കുന്ന നിയമത്ത് നക്ക് വേണ്ടാണ്ട് എപ്പോൾ ദ്വാർക്കണം. നിന്നെ മറപ്പിക്കുന്ന ഒരു നിയമത്ത് നക്ക് തന്നിട്ടുണ്ടാ, അതെന്തോ ആയിട്ട്, ചിലപ്പോൾ സൗന്ദര്യമായിരിക്കും, പൈസ ആയിരിക്കും, ഇൽമായിരിക്കും, എന്ത് അത് നിയമത്താണ്. പക്ഷെ അള്ളാഹുവിനെ മറപ്പിക്കുന്ന എങ്കിൽ നിഖ്മത്തായി, ശിക്ഷയായിട്ട് മാറി. അറിഞ്ഞ? അപ്പൊ അങ്ങനെ ദ്വാർക്കണോ, നിന്നെ മറപ്പിക്കുന്ന ഒരു നിയമത്ത് നക്ക് വേണ്ട റബ്ബേ. അതേ സമയത്ത് അള്ളാഹുവിനെ മറപ്പിക്കുന്നില്ല എങ്കിൽ എന്ത് വേണോ? കായ് വേണം, പൈസ. നിയമത്തുണ്ടായാൽ നല്ല തന്നെ. അറിഞ്ഞ? ദീനും ഉണ്ട്, ദുനിയാവുണ്ട്. മാജ്മല ദീന വദ്ദുനിയാ ഇദജ്തമാ, ദീനും ഒരുമിച്ചുകൂടി, എന്തും ഒരുമിച്ചുകൂടി, ദുനിയാവും ഒരുമിച്ചുകൂടി. അതേ സമയത്ത് അഖ്ബഹൽ കുഫ്ര വൽ ഇഫ്ലാസ്, കുഫ്റുണ്ട് ഇഫ്ലാസ് ഉണ്ട്. അത് എത്ര മോശമാണ്. പുറത്ത് അവിശ്വാസിയാണ്. അവിശ്വാസിയായെങ്കിൽ ദുനിയാവിലല്ലേ അവന് സ്വർഗ. പക്ഷെ സ്വർഗം അവന് പൈസ വേണമല്ലോ അവൻ്റെ കയ്യിൽ. 5 പൈസയല്ല ഉണ്ട് ഒട്ടിക്ക്.
അപ്പോൾ ദുനിയാവിൽ അവനക്ക് അവിശ്വാസം ഉണ്ട്, ഇഫ്ലാസും ഉണ്ട്. 5 പൈസ ഇല്ല. ഇതെത്ര മോശമാണ്. പൈസ എന്തിനാ ഇവിടെ അടിച്ചു പൊളിക്കാൻ തോന്നും, അതും ഇല്ല. അപ്പോൾ അത് മോശമാണ്. അതുപോലെ ഇപ്പുറത്ത് ദുനിയാവും ഉണ്ട്, ദീനും ഉണ്ട്. രണ്ടും ഒരുമിച്ചുകൂടിയാൽ എത്ര നല്ലത് എന്ന് അർത്ഥമായിത്താ. ധൈര്യത്തിൽ നിൽക്കണക്ക്. അപ്പോൾ നല്ല പൈസ ഉണ്ടായാൽ നല്ലത്. ഹലാലായ സമ്പത്ത് ഉണ്ടാക്കുക. എന്ത് വേണം അത്ര പൈസ ഉണ്ടാക്കിയിട്ട് ഓടവ് തീരാ, ദീൻ വേണം. അങ്ങനെ ഒരാൾക്ക് നല്ല ഇൽമുള്ള ഒരാൾക്ക് ദീനും ഉണ്ട്, ദുനിയാവുണ്ട് ഉണ്ടായെങ്കിൽ ആരെ പേടിക്കൊണ്ടുണ്ടില്ല. ഹക്ക് ചൊല്ലവിടെ, നേര് ചൊല്ലവിടെ, സത്യത്തവിടെ തലവച്ചാക്കൊണ്ടുണ്ടില്ല. കാരണം ചൊന്നെങ്ക് നല്ലതെന്തു ഇല്ലാണ്ടാവാ നഷ്ടപ്പെടുവാൻ ചൊല്ല പേടി ഇയാൾക്കില്ലല്ലേ. കാരണം ഇയാളെ കയ്യിലുണ്ടല്ല, ആർക്കും കൈനീട്ടൽ അകത്തിയില്ല ഇയാൾക്ക്. അപ്പം നല്ല പൈസ ഉണ്ടാവാം, ഹലാലായ സമ്പത്ത് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തുണ്ടായെങ്കും എന്തിനെ തൊട്ടും മടുക്കൂലെന്നാ. കച്ചവടം ഉണ്ടായി എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ടവും പോകില്ല. പക്ഷെ ഇന്ന് സമ്പത്തുണ്ടായാലും അതിൻ്റെ ഷഹനതാണ്. സമ്പത്തിൻ്റെ ഷഹൻ എങ്ങനെ അവനെ ദീനിനെ തൊട്ട് ദൂറാക്കണത്. പക്ഷെ അള്ളാഹു കാത്തവർക്ക് ഇല്ലാമൻ ആസമഹുല്ലാ, അവർക്കല്ലാതെ കഴിയില്ല എന്ന്. നല്ല പൈസ ഉണ്ടായാൽ പിന്നെ ഈനൊന്നും പുറുസത്തിക്കാലെ ദിക്ർ ചൊല്ല പുറുസത്തുണ്ടാ. ഞാൻ ഒരു കച്ചവടക്കാരൻ്റെ വീഡിയോ വന്നിട്ട് വലിയ ആളാണ്, ഇങ്ങനെ വലിയ കച്ചവടക്കാരനായിപ്പോൾ. അപ്പോൾ ദുവാർക്കോണം ചെന്നിട്ടാണ് അടിയിൽ കമൻറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് ദുവാർക്കോറും നീങ്ങാൻ അയാളൊട്ടിയെ. അപ്പോൾ പിന്നൊരുത്തരെ അയക്ക് മറുപടി കച്ചവട സമയമെല്ലാം കഴിഞ്ഞിട്ട് പുരുഷത്ത് കിട്ടിയെങ്കിൽ ദ്വാർക്കാണ് അവനല്ല പിന്നൊരുത്ത ദ്വാർക്കുണ്ട്. അപ്പോൾ ദ്വാർക്ക് പുരുഷത്ത് വേണമല്ലേ ഈ കച്ചവട പൊടിക്കിടെ ഇതൊക്കെ ദ്വാർക്കിടെപ്പ. അപ്പോൾ എപ്പോൾ സമ്പത്ത് കൂടി പൈസ കൂടി എന്നാവുമ്പം എല്ലാം ദൂരാവിടും. കാരണം അതിക്ക് സമയം കിട്ടില്ല. അത്രത്തോളം സ്വലാത്ര മജ്‌ലിസ് താറമാറ ദ്വാർന്ന് അവനക്ക് പറഞ്ഞാൽ നല്ല പൈസ എത്തില്ല. പിന്നെ അവൻ സ്വലാത്ത് കൊണ്ടാണ്, പിന്നെ അവൻ ദിക്റ് കൊള്ളാണ്, അവൻ അതെന്ത് വേണ്ട. പിന്നെ അതെല്ലാം പൊളിയാണ് പറഞ്ഞാൽ അപ്പോൾ വേണ്ട, പൈസ എടുത്തോണ്ട് വേണ്ട, ദ്വാർക്കുറവുണ്ട് അറിഞ്ഞ. പിന്നെ ഒരു 6 തിങ്കൾ സ്വലാത്ത് മജ്‌ലിസ് സജീവമാണ്, എല്ലാത്തും കൂടെ എന്ത് ലാഭം. അപ്പോൾ എല്ലാം ആക്കടെ എന്ത് ചെയ്യുന്ന അവൻ്റെ ലാഭത്ത് വേനായിട്ട് അതിലും വലിയ വാല്യൂ എന്തില്ല. എന്താ ദ്വാർക്ക് പൈസ കൊടുക്കൂടെ എന്ത് സ്വതക്ക അള്ളാഹു കടുപ്പിച്ച അങ്ങനെ ആ ഒരു നീയത്തെ വേറല്ലല്ലോ. ഇപ്പം നീ ഒരു 100 രൂപ കൊടുക്കണമെങ്കിൽ നിന്റെ അതിൽ ബാക്കിൽ ഉദ്ദേശമില്ലേ ഇങ്ങനെ ആവണമുണ്ട്. അപ്പോൾ ആൾക്ക് എന്തര ബന്ധു എന്തെങ്കിലും ഒരു കളങ്കൈത്തത് ഉദ്ദേശിക്കുക തീരെ ഇല്ല, അത് വേറെ വിഷയ ഉദ്ദേശിക്കാം. പക്ഷെ ആത്മാർത്ഥ ചൊല്ല നേരാമായ ഒരു ഇഖ്ലാസ് ചെന്നെങ്കിൽ കാൽ സ്വതക്ക കൊടുക്കല്ലോ ചെന്നാൽ കൊടുക്കണമേ. പിന്നെ എന്തരല്ല അവിടെ നീയത്തില്ല, വേറെ എക്സ്ട്രാ നീയത്തില്ല. നോമ്പ് പിടിക്കോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നൊരു സുന്നത്തം പിടിക്കണമേ. ഇവിടെ നോമ്പുണ്ടെങ്കിൽ പിടിക്കണമെങ്കിലും അതിൽ എത്ര നീയത്തിക്ക് 100 നീയത്ത് വെച്ചിട്ടായിട്ടേക്ക് പിടിക്കണേ. ഒരു സുന്നത്ത് നോമ്പ് പിടിക്കലേ ഇല്ല, നിങ്ങൾ പിടിച്ചാണ്ട് പേരിക്കാം തിങ്കളാസരന് പിടിച്ചെങ്കിൽ ആ ലിസ്റ്റ് എൽദോ കേസുമാർ ഇത് വേണോ കടലാസ്. ഇന്ന് ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചത് എന്തിനു വേണ്ടിയാണ് അർത്ഥയിത്ത. അപ്പൊ അങ്ങനെ ഇല്ല, അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ടത് മടക്കുകയില്ല. അപ്പൊ ഓൻ്റെ അടുത്ത് സമ്പത്തുണ്ടായാൽ ഇല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരേപോലെ അവനിക്ക് എന്തില്ല, അവൻ ദുനിയാവ് കൊണ്ട് സുഖലായില്ല എന്നതാണ് നല്ലത്. അങ്ങനത്തെ ആളുകളാണ് അള്ളാഹുവിനെ നിസ്കരിക്കുന്നത്. സകാത്ത് കൊടുക്കലിനെ തൊട്ടും അതവരെ തടയുന്നില്ല. അങ്ങനത്തെ അവരുണ്ടാകാം. യഖാഫൂന അവർ പേടിക്കുന്നു, യൗമൻ ഒരു ദിവസത്തെയാണ് അവർക്ക് പേടി. അവർക്ക് സമ്പത്തുണ്ടായാലും ഇല്ലെങ്കിലും ഏത് സമയത്തും അവരുടെ കൽബിലുള്ള ഭയം. യഖാഫൂന യൗമൻ ഒരു ദിവസത്തെ അവർ പേടിക്കുന്നു. ഏത് ദിവസം? തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. തതഖല്ലബു ഫീഹി തൽതരിബു ഫീഹി, ആ ദിവസത്തിൽ ഇങ്ങനെ പടക്കും. വൽ ഖുലൂബ് ഹൃദയങ്ങൾ പടച്ചു പോകും. വൽ അബ്സാർ കണ്ണുകളും. മിനൽ ഖൗഫി പേടിയാണ്, ഭയങ്കര പേടി. അതുകൊണ്ട് കണ്ണുകൾ ഹൃദയങ്ങളെല്ലാം പടച്ചു പോകും. ഭയങ്കര പേടിയായെങ്കിൽ എന്താവുക ഇടിയ ആകെ മാറുന്നില്ല മനുഷ്യൻ, അവൻ്റെ മുമ്പത്തെ അവസ്ഥയിൽ നിന്ന് മാറിപ്പോയി. പേടി ആറായെങ്കിൽ അറ്റാക്കല്ലാവും. ചിലപ്പോൾ കൽബന്നെ ഇങ്ങനെ മാറിപ്പോവും, പെടുക്കുന്നു, കണ്ണുകൾ പടച്ചു പോവും. അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം വരാനുണ്ട്. അതിൻ്റെക്കാൾ ഭയാനകമായ ഒരു ദിവസം വേറെ ഇല്ല. അൽ ഖുലൂബു ഹൃദയങ്ങൾ ബൈനൻ നജാത്തി വൽ ഹലാക്കി, നജാത്തിൻ്റെയും ഹലാക്കിൻ്റെയും ഇടക്കാണ് പടക്കുന്നത്. രക്ഷപ്പെടുവോ അല്ല നശിച്ചു പോവോ ധൈര്യം ഇല്ലല്ലേ. ഇപ്പാ ധൈര്യം ഉണ്ടാ എന്താവുന്നേൽത്ത് ധൈര്യമില്ല മനുഷ്യന്. നിരീക്ഷ ആക്ക പഠിച്ചോനോട്, നിരീക്ഷ ആക്കണമെങ്കിലും അവർ വഴിയിൽ വേണ്ടവൻ, നല്ല വഴിയിൽ സഞ്ചരിച്ചിട്ട് പഠിച്ചവനോട് നിരീക്ഷ. എൻ്റെ പഠിച്ചവൻ കൈവിടല്ലേ, എപ്പോ തെറ്റിൽ തന്നെ മുഴുകിയിട്ട് പിന്നെന്താക്കടെ തൗബമാക്കല്ലേ, അതല്ല. അപ്പോൾ എപ്പോഴും രക്ഷപ്പെട്ടു എന്നൊരു സർട്ടിഫിക്കറ്റ് ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മനുഷ്യനെപ്പോഴും പേടിയാണ്. ഖൗഫ് വേണോ എന്താവൂന്ന് അറിയില്ല. തതഖല്ലബു ഫീഹിൽ ഖുലൂബ്, അന്ന് ഹൃദയങ്ങൾ പടച്ചു പോകും. രക്ഷയുടെയും ഹലാക്കിൻ്റെയും ഇടയിൽ
കണ്ണുകൾ ബൈന നാഹിയത്തിൽ യമീനി വശിം, ബലഭാഗത്തിൻ്റെ ഇടയിലും ഇടഭാഗത്തിൻ്റെ ഇടയിലും, അല്ല ഇവർക്ക് വലത്ത് നോക്കുന്നു അടുത്ത് നോക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൻ്റെ ഭയാനകതകൾ അത്രയുമാണ്, ഭയങ്കരമാണ്, അത് പറയാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥ ഹുവ യൗമുൽ ഖിയാമ, അത് ഏത് ദിവസമാണ്? അന്ത്യനാളാണ്. അങ്ങനത്തെ ദിവസത്തെ അവർ പേടിക്കുന്നു എന്നാ. അങ്ങനെയല്ല വരാനുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ അവർ ജീവിക്കുന്നു. എന്തിനാണത്? ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു. ഈ ലാമിന് ആഖിബത്തിന്റെ ലാം എന്നാ പറയാ, ലി സൈറൂറത്തിന്റെ ലാം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം ആയിത്തീരുന്നത് എന്തിലേക്കാണ്? അൽ ജസാ ഉൽ ഹസൻ, നല്ല പ്രതിഫലങ്ങളിലേക്കാണ് എന്നർത്ഥം. അതാ ലിയജ്സിയഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി, അഹ്സന മാ അമിലു, അവർ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലതിനെ, അല്ലെ ഐ സവാബഹു. അഹ്സന എന്നത് ബിമാന ഹസന്റെ മാനാക്കാണ്. അവർ ചെയ്തതിൻ്റെ നല്ല പ്രതിഫലത്തെ അള്ളാഹു അവർക്ക് നൽകുന്നതിന് വേണ്ടിയും, വയസീദഹും മിൻ ഫദ്ലി, അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്കവൻ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയും. അവർ പണിയെടുത്തതുണ്ട് ലോകത്ത്, അതിന്റെ കൂലി കിട്ടും, ശമ്പളം. വെറും ശമ്പളം കിട്ടുന്നല്ല, അങ്ങനത്തെ രാജാവല്ലല്ലേ ഇത്. അതിന്റെ അപ്പുറം ഇരട്ടി എത്രയോ അവന്റെ ഔദാര്യത്തിൽ നിന്ന് കിട്ടും. അറിഞ്ഞ ഇതിന്റെ എല്ലാം ആഖിബത്ത് അതാണ്. അന്ത്യം മോമിനീങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും എന്നർത്ഥം. പിന്നെ വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. വല്ലാഹു യർസുഖു, അല്ലാഹു നൽകും. ആർക്ക്? അവനുദ്ദേശിക്കുന്നവർക്ക് നൽകും. ബിഗൈരി ഹിസാബിൻ, കണക്കില്ലാതെ നൽകും. എത്രയും കൊടുക്കും. അറിഞ്ഞ അവർ ചെയ്ത അമലിന്റെ പ്രതിഫലങ്ങളുണ്ടല്ലേ, അതൊന്നുമല്ല. അത് നോക്കുമ്പോൾ കുറച്ചായിട്ടിരിക്കൂ, കുറെ ഒന്നും ആക്കിയിട്ടില്ല. പക്ഷെ ഇവൻ നല്ല ആളാണ്, കുറേ അമലാക്കണമൊന്നുമില്ല. അവന്റെ നിലപാട് നോക്കും, അവൻ നല്ല ആളാണ്, പഠിച്ചോണ്ടൊട്ടി ബിർസോണ്ടു ഇഷ്ടമുണ്ടു എങ്കിൽ കുറെ അമലെന്തോ ആക്കൂ. സാധിച്ചില്ലെങ്കിലും അവന്റെ അമലിന്റെ പ്രതിഫലം കൊടുക്കുന്നതോടുകൂടെ അള്ളാഹു കയ്യും കണക്കുമില്ലാതെ ഗോരിട്ട് കൊടുക്കും. എത്ര കൊടുത്തെങ്കിൽ തീരൂ എന്ന പേടിയില്ലല്ലോ. എത്ര വലിയ മുതലാളിയാണെങ്കിലും ദുനിയാവുള്ളൂ, അവൻ എത്രയേ കൊടുക്കണ കൊറടി അവിടെ ചൊല്ലുന്ന പേടി ഉണ്ടാവണം. കൊറടി അവിടെ അല്ലേ, 1000 കോടിയുള്ള ആൾ കൊടുത്താൽ 500 കോടി കൊറടിയല്ലേ ഇപ്പം. അതേസമയത്ത് ഓടുന്ന് കൊറടിയാവൂല എന്നാ, അള്ളാഹുവിന്റെ ഖജനാവിൽ കൊറടിയാവൂല. യുക്കാലു, പറയപ്പെടും, ഫുലാനുൻ യുംഫിഖു ബിഗൈരി ഹിസാബ് എന്ന് പറയും. കണക്കില്ലാതെ കൊടുക്കുന്നല്ല, ഗോരിട്ട് കൊടുക്കൂടെ ചൊല്ലൽ. എത്ര കൊടുക്കുക ഗോരിട്ട്? മീനെല്ലാം വന്നെന്ന് ചൊല്ലാറ്, കണക്കില്ല, ഗോരിട്ട് കൊടുക്കൂടെ. അത് ഗോരി കൊടുക്കുമ്പോൾ അവൻ കുറെ അന്തജിക്കിട്, അത് എടുക്ക പോയവൻ മാത്രം അങ്ങവിടെ അവൻ പേരിക്ക് ഗോരി തന്നുള്ളാറ്, പിന്നെ എടുക്കണം. ഈ ഗോരി കൊടുക്കുമ്പോൾ അവനക്ക് അന്തജിക്കിട്, തൂക്കിട്ട് തണ്ടില്ല, പിന്നെന്താക്കി കൊടുക്കൂടെ? ബിഗൈരി ഹിസാബിൻ, എന്ത് കോരിയെങ്കിൽ അവിടെ കൊറടി അവിടെ ഉറപ്പല്ലേ. യുവസ്യു, അവൻ വിശാലത ചെയ്യുന്നു എന്നർത്ഥം. കഅന്നഹു ലാ ലാ കഅന്നഹു, പിന്നെന്ത്? ലാ യഹ്സബു, അല്ലെ അവൻ കണക്കാക്കുന്നില്ല. യഹ്സബു എന്നാ എന്തിനെ? മായുംഫിക്കു, അവൻ ചെലവാക്കുന്ന അവൻ കണക്കാക്കുന്നില്ല. കണക്കാക്കാതെ കൊടുക്കുടമേൻ. കയ്യിൽ കിട്ടിയതിന് എന്താക്കുന്നത്? കൊടുക്കുടേന്ന്. കയ്യിൽ കിട്ടിയതിനെ അവന്റെ കീശയിലുണ്ട്, അഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ കൈയിട്ട് കൊടുക്കുടമേ. എത്ര അവൻ നോക്കില്ലാൻ, അങ്ങനത്തെ ആളാണ്. അപ്പൊ അങ്ങനെ പറയും സാധാരണ. എങ്കിൽ ഇത് അള്ളാഹുവിനെ പറ്റി പറയും എന്താ? വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് കയ്യും കണക്കുമില്ലാതെ കൊടുക്കും. അതാണ്. അറിഞ്ഞ മതിയാ? ഇത്രേ. അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞാൽ മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. അല്ലെ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരാളെ കൽബിലും ഉദിക്കാത്തത് കൊടുക്കുന്ന. അവ എന്തായിരിക്കും എന്നും പറയാൻ കഴിയില്ല, അവിടെ അനുഭവിക്കണം പോയിട്ട്. അങ്ങനെല്ലാം ഉണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ മോമിനീങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ദറജ, സ്ഥാനമാനങ്ങളെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത്. അതേസമയത്ത് അവിശ്വാസികളെ പറ്റിയോ, വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖിയ യഹ്സബുഹു ളംആനു മാഅ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ശൈഅ വവജദല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബഹു വല്ലാഹു സരീഉൽ ഹിസാബ്. അതാ വല്ലദീന കഫറു, നിശ്ചയം അവിശ്വാസികളാകുന്നത് എന്തെന്ത്? അഅമാലുഹും, അവരുടെ അമലുകളാകുന്നത് കസറാബിൻ, സറാബ് പോലെയാണ്. സറാബ്, ഷീനല്ല, സറാബ് എന്ന് പറഞ്ഞാൽ മരീചികയെ പോലെയാണ്. സറാബിൻ എന്തുപോലെയാണ്? മരീചികയെ പോലെയാണ്. ഒരു സൂചിന്യം കുത്തലാണ്. കസറാബിൻ എന്തുപോലെയാണ്? മരീചികയെ പോലെയാണ്. ബിഖീഅത്തിൻ, എന്തുള്ള? മരുഭൂമിയിലുള്ള. ജമ്മു ഖായിൻ, ഖായിന്റെ യമ്മാണ് ഖീഅത്ത്, മരുഭൂമികളിൽ. ഐ ഫി ഫലാത്തിൻ. വഹുവ,
സറാബ് എന്ന് പറഞ്ഞാൽ ബൈക്കില ഷുആഉൻ ഒരു വെളിച്ചമാണ്. ഫീഹ മരുഭൂമിയിൽ അതിനെ കാണപ്പെടും. നിസ്ഫന്നഹാരി പകലിന്റെ പകുതിയിൽ നട്ടുച്ച സമയത്ത് കാണില്ലേ ഇങ്ങനെ പോകുമ്പോ റോഡിലെല്ലാം പോകുമ്പോ കാണും ദൂരത്തിൽ ഇങ്ങനെ തണ്ണി പോലെ കാണ്ട് തന്നുണ്ട് അവിടെ പോയിട്ട് നോക്കുമ്പോ. ഫീ ശിദ്ദത്തിൽ ഹർരി ശക്തമായ ചൂടിൽ യഷ്ബഹുൽ മാ അൽ ജാരി ഒലിക്കുന്ന വെള്ളത്തോട് അത് തുല്യമാവും. ഒലിക്കുന്നതെന്ന് കാണുന്നു ഇങ്ങനെ തണ്ണി ഒലിച്ചോണ്ടോന്ന്. പക്ഷേ യഹ്സബുഹു യദുന്നുഹു അതിനെ ഭാവിക്കും ആര്? ലംആനു ദാഹിച്ചവൻ ഭാവിക്കും. ദാഹിച്ചവനെ പറയാം അവന് കാണി ആരങ്ങനെ തോന്നുന്നില്ല, അല്ലാത്തവനും തോന്നും ദാഹിക്കാത്തവനും. പക്ഷെ ദാഹിച്ചവനെ പറഞ്ഞെന്ത് അവന് കൂടുതൽ ആവശ്യം തണ്ണി അവനല്ലേ, അവന് ആരെ തോന്നുന്നത് അങ്ങനെ വിശന്നവൻ ഏതും കിതാബിടെ കണ്ടെങ്കിൽ എന്ത് ഫുഡ് പോലെ അവൻ തോന്നും. കാരണം പൈച്ചിട്ട് സഹിക്കാത്തപ്പോ അങ്ങനല്ലേ. ലംആൻ ദാഹിച്ച ആള് അവൻ വിചാരിക്കും അയാൾ അതുഷാൻ മാൻ എന്തെന്ന് വിചാരിക്കും? വെള്ളമാണെന്ന് വിചാരിക്കും. അങ്ങനെ ഹത്താ ഇദാ ജാഅഹു അതിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നാൽ പോയാൽ ലം യജിദുഹു ശൈഅൻ അതിനവൻ ഒന്നായിട്ടും എത്തിക്കൂല. മിമ്മാ ഹസിബഹു അല്ലെ അവൻ ഭാവിച്ച ഒന്നായിട്ടും അത് എത്തിക്കുന്നേയില്ല, ഒന്നുമില്ല അവിടെ പോയി നോക്കുമ്പോ. കദാലിക്കൽ കാഫിർ ഇപ്രകാരമാണ് അവിശ്വാസി. യഹ്സബു അവൻ ഭാവിക്കുന്നു അന്ന അമലഹു നിശ്ചയം അവന്റെ അമൽ കസദഖത്തിൻ ഏതുപോലെ സ്വതക്ക പോലെ യംഫഉ അവനിക്കത് ഉപകരിക്കുന്ന വിചാരിക്കുന്നത്. ഹത്താ ഇദാ മാത്ത അവനങ്ങ് മരിച്ചു നോക്കുമ്പോൾ വഖദിമ അലാ റബ്ബിഹി അവന്റെ റബ്ബിന്റെ മേൽ അവൻ മുന്നിട്ട് വരുമ്പോൾ ലം യജിദ് അമല അവന്റെ അമലിനെ അവൻ എത്തിക്കുന്നില്ല. ലം യംഫഉ അതവനിക്ക് ഉപകാരത്തിന് വരുന്നില്ല. വജദല്ലാഹു ഇൻദ അമലി അവന്റെ അമലിന്റെ അടുത്ത് അള്ളാഹുവിനെ അവൻ എത്തിക്കും. വഫാഹു ഹിസാബ അള്ളാഹു അവനിക്ക് അവന്റെ കണക്കിനെ പൂർത്തിയാക്കി കൊടുക്കും. ഇജാസാഹു അലൈഹി ഫി ദുനിയ ദുനിയാവിൽ തന്നെ അവനിക്ക് അതിന്റെ പ്രതിഫലം എന്താക്കും? അള്ളാഹു കൊടുക്കും. വല്ലാഹു സരീഉൽ ഹിസാബി അള്ളാഹു പെട്ടെന്ന് മുജാസാത്തി പെട്ടെന്ന് കണക്ക് തീർക്കുന്നവനാണ്, ഹിസാബ് പെട്ടെന്ന് തീർക്കുന്നവനാണ് അള്ളാഹ്. അതായത് അവിശ്വാസിയായ ആള് അന്ത്യനാളിൽ അവൻ ചെയ്ത ദുനിയാവിന്റെ നല്ല അമലുകൾ അത് നോക്കുമ്പോ ഒന്നും ഉപകാരത്തിന് വരുന്നില്ല. അറിഞ്ഞ ഹിസാബ അല്ലെങ്കിൽ അവന്റെ ഹിസാബ് അള്ളാഹു അവനിക്ക് പൂർത്തിയാക്കും എന്ന് പറഞ്ഞാൽ അവനിക്ക് ശിക്ഷിക്കും ആഖിറത്തിൽ. അങ്ങനുണ്ടാവും അറിഞ്ഞ. അപ്പൊ ഇത് അവിശ്വാസിന്റെ വിഷയമാണ് പറഞ്ഞത്. അതുപോലെ ഇഖ്ലാസ് ഇല്ലാതെ റിയാവോട് അമൽ ചെയ്ത ആളെ പറ്റിയും പറഞ്ഞ മുഫ്ലിസാണ്. ഇതേപോലെ എല്ലാ അമൽ ദുനിയാവിലാക്കിയത് ലോഡൊന്ന് വിചാരിച്ചിട്ട് അവൻ മരിക്കുന്നത്. പക്ഷെ അവിടെ പോയിട്ട് നോക്കുമ്പോൾ എന്തുമില്ല. കാരണം അതെല്ലാം ദുനിയാവിൽ തീന്നിട്ടായിട്ട് ആർക്കോ വേണ്ടിയിട്ടാണ് അവൻ പണിയെടുത്തത്. അപ്പൊ പോയി കഷ്ടപ്പെട്ടിട്ടെല്ലാം പണിയെടുക്കും. പക്ഷെ എടുത്ത പണി എന്തിനു വേണ്ടിയാണ്? റിയാ ഒന്ന് ആൾമാർക്കൊന്ന് താവട്ട് എന്ന ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അത് വന്നെങ്കിൽ എന്തായിട്ട് പൊയ്ത്തപ്പ നശിക്കും, അത് മതി. അപ്പൊ അവിശ്വാസികളുടെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇനി അടുത്ത ആയത്തിൽ വേറൊരു ഉദാഹരണം പറയും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ